ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കമൻസ് അതുപോലെ ലൈക്സ് എല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക എന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏതൊരു വീഡിയോയ്ക്കാണ് നമുക്ക് ലൈക്ക് അല്ലെങ്കിൽ കമൻറ്റ് ഓപ്ഷൻ എല്ലാം ഓഫ് ചെയ്ത് വയ്ക്കേണ്ടത്, ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായി ഒരു ഓപ്ഷൻ കാണാം, അതായത് ഒരു പെൻസിൽ ഐക്കൺ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായി മോർ ഓപ്ഷൻസ് എന്ന് കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഡിസേബിൾ കമൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും, ഇത് സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ ഇവിടെ ഡിസേബിൾ കമൻറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ വീഡിയോ സേവ് ചെയ്യുകയാണെങ്കിൽ ആർക്കും നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഒന്നും അയക്കാൻ സാധിക്കില്ല. ഇനി നമ്മൾ ലൈക്സ് ഡിസേബിൾ ചെയ്യുന്നതിന് ഇവിടെ സ്ക്രോൾ ചെയ്തു വന്നതിന് ശേഷം ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ. ഇവിടെ വന്നിരിക്കുന്ന ഈ ടിക്ക് മാർക്ക് ഇത് അൺടിക്ക് ചെയ്യുക. ഇനി ആർക്കും നമ്മുടെ വീഡിയോസിൽ എത്ര ലൈക്സ് വന്നു എന്നൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്രകാരം നിങ്ങൾ ഈ ചേഞ്ചസ് എല്ലാം വരുത്തി അതിനുശേഷം ഈ വീഡിയോ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചേഞ്ചസ് എല്ലാം നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, മോണിറ്റൈസ്ഡ് ആയ ചാനലിൻ്റെ ചാനൽ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. അതായത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, മോണിറ്റൈസ്ഡ് ആയ ചാനലിൻ്റെ ചാനൽ നെയിം മാറ്റുകയാണെങ്കിൽ ഇത് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകാൻ കാരണമാകുമോ എന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചെറിയ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ചാനൽ നെയിം മാറ്റുമ്പോൾ അവർക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചാനൽ നെയിം ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഗ്രോത്തിന് ഗുണം ചെയ്യില്ല. എന്നാൽ അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്